എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിലൊന്നായ ഒരു വടക്കൻ വീരകഥയുടെ 4K അറ്റ്മോസ് റീമാസ്റ്റേർഡ് വെർഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് 7-ാം തീയതി. അപ്പോൾ അത് കണ്ടു. അപ്പോ പണ്ടത്തെ 1989 ഇറങ്ങി ഒരു 4 നാഷണൽ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു മലയാളത്തിലെ തന്നെ ഏറ്റവും എല്ലാവരും അറിയുന്ന ഒരു പേരാണ് ഒരു വടക്കൻ വീരകഥ. മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ, പിന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്, പിന്നെ ആർട്ട് വർക്കിന്, പിന്നെ മികച്ച സ്ക്രീൻ പ്ലേ, MT വാസുദേവൻ നായരുടെ സ്ക്രീൻ പ്ലേ, ഇതിനെല്ലാത്തിനും ചേർത്ത് 4 നാഷണൽ അവാർഡ് പ്ലസ് ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകൾ, മറ്റ് അവാർഡുകൾ, ക്രിട്ടിക് അവാർഡുകൾ, അങ്ങനെ ഒരുപാട് കിട്ടിയതാണ്. മലയാള സിനിമയിൽ തന്നെ ഒരു ചരിത്ര സംഭവമാണ് ഒരു വടക്കൻ വീരകഥ. അങ്ങനെ ഏതാണ്ട് ഒരു 30-35 വർഷത്തിന് ശേഷം ഇതാ വീണ്ടും ബിഗ് സ്ക്രീനിൽ റിലീസായിരിക്കുകയാണ്. അതൊരു റിസ്കി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പണ്ടത്തെ ഫിലിം ടെക്നോളജിയിലുള്ള ആ ഒരു പഴയ ഒരു പടത്തിനെ വീണ്ടും ഏറ്റവും ഇതുവരെ വന്ന റീമാസ്റ്റേർഡ് പടങ്ങളിൽ കുറച്ച് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു ഒരു വടക്കൻ വീരകഥ. അപ്പോൾ അതിന്റെ അന്നത്തെ ഫിലിം വെർഷൻ എടുത്ത് ഇന്ന് 4K അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്തിരി റിസ്ക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞതുപോലെ മാറ്റ്നി നൗ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ യൂട്യൂബിലെ മാറ്റ്നി നൗ ചാനലാണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ വെർഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു ഫോം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടതാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഫാമിലീസ് ആയിട്ട് എവിടെയോ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നതിനും 1 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ഞാൻ എന്തായാലും തിയേറ്ററിൽ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഓർമ്മയിൽ അതില്ല. ഞാൻ അല്ലാതെ കണ്ട ഓർമ്മയേ ഉള്ളൂ, തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല. അങ്ങനെ 35 വർഷത്തിന് ശേഷം എനിക്കത് കാണാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ കണ്ടു. അപ്പോ എന്താ പറയാ, അത് ഒരു ഭയങ്കര ഒരു ഇമ്പാക്ട് ഉള്ള ഒരു എഫക്ട് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ സിനിമയിൽ റീമാസ്റ്റേർഡ് ചെയ്തിട്ടുള്ള പല സിനിമകളിലും ഒരുപാട് സീനുകൾ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ പോയിട്ടുണ്ട്, ലെങ്ത് ഒക്കെ കുറച്ചിട്ടുണ്ട്. ദേവദൂതനിലൊക്കെ സംഭവിച്ച അതാണ്. ഏതാണ്ട് 10, 20, 25 അല്ലെങ്കിൽ 30 മിനിറ്റോളം കട്ട് ചെയ്ത സീനുകളാണ്. അപ്പൊ ദേവദൂതനൊന്നും എനിക്കൊരു പൂർണ്ണത ഫീൽ ചെയ്തില്ല. വർഷം ഒക്കെയാണ്, പക്ഷെ അതിൽ പൂർണ്ണമായ ഒരു സിനിമ കണ്ട ഒരു ഫീൽ ഉണ്ടായില്ല. പക്ഷെ വടക്കൻ വീരകഥ ഏതാണ്ട് 168 മിനിറ്റ് റണ്ണിംഗ് ടൈമുള്ള ഈ സിനിമ പൂർണ്ണ കംപ്ലീറ്റ് വെർഷൻ തന്നെയാണ് ഇപ്പോൾ റീമാസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത്. എല്ലാ എല്ലാ രംഗങ്ങളുമുണ്ട്, കംപ്ലീറ്റ് വെർഷൻ. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. ആ പണ്ടത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ടാക്കീസിൽ പോയി നമ്മൾ ആ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലാണ്. അപ്പൊ പിക്ചർ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് 4Kയിൽ മാറ്റിയിരിക്കുകയാണ്. 4K ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായ ഒരു കളർ ഡെപ്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഫിലിം ഫോർമാറ്റ് ആണ്, പണ്ടത്തെ ഫിലിമാണ്. അതായത് അന്നത്തെ കാലത്ത് ചെയ്തിട്ടുള്ള അതിന്റെ ട്രൂ വെർഷൻ നമുക്കിപ്പോ കാണാം. ഈ വരയും കുറിയും എല്ലാം റിമൂവ് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രെയിമുകളെല്ലാം ഒന്ന് മിനുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഷാർപ്പ് പ്രിന്റ് ഒന്നും അല്ല, പണ്ടത്തെ ആ ഒരു സംഭവം. അതായത് പണ്ട് വടക്കൻ വീരകഥ 89 തിയേറ്ററിൽ വന്നപ്പോൾ ഫസ്റ്റ് ഷോ ഓടിയപ്പോൾ എത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നോ, ഫിലിമിൽ ആദ്യത്തെ ഷോ ഓടിയപ്പോൾ എത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നോ ആ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഡെപ്തും ഭയങ്കരമായ ഒരു കളർ ഡെപ്തും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പഴയൊരു പടം വീണ്ടും നമ്മൾ ഒന്നുകൂടെ കണ്ട ഒരു ഫീൽ, ശരിക്കും ആ ഒരു വേൾഡിലോട്ട് കയറി പോകുന്നു. പഴയ പടത്തെ ആയി തന്നെ കാണണമെന്നാണ് എന്റെ ഇത്. ചില സിനിമകളൊക്കെ ഈ നമ്മളെ യൂട്യൂബിലൊക്കെ റീമാസ്റ്റേർഡ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായ ഡെപ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല, ഡെപ്ത് കൊടുത്ത് അതിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്, അതാണ് സത്യം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ശരിക്കും ഫ്രെയിമുകളെല്ലാം കറക്റ്റ് ആണ്, ഫിഗറുകളെല്ലാം ഫ്രെയിമുകൾക്കകത്ത് നിൽക്കുന്നുണ്ട്, തലയും വാലും ഒന്നും കട്ടാകുന്നില്ല, ഫ്രെയിം റേഷ്യോ കറക്റ്റ് ആണ്. പിന്നെ സ്കോപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, സ്കോപ്പാണ് സാധനം. അത് നമുക്ക് ഒട്ടും ഇറിറ്റേറ്റ് ആവത്തില്ല, ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ കണ്ടുവരുമ്പോൾ തന്നെ ഏതാണ്ട് ഇന്റർവെല് വരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇന്റർവെല് കഴിഞ്ഞ് 1-2 ഫ്രെയിമുകളിൽ ഇതേപോലെ ഒരു കളറിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വർക്ക് ചെയ്യാതെ ഇട്ട പഴയ ഫോർമാറ്റ് ഫിലിമിനെ അതുപോലെ ഇട്ടതിന്റെ ഒരു ഫീൽ വന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ചില ഷോട്ടുകൾ വരുമ്പോൾ മൊത്തത്തിൽ നരച്ചു വെളുത്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അത് സിനിമയെ ബാധിക്കുന്നില്ല. കാരണം സിനിമയുടെ ഏതാണ്ട് ഒരു 99% ഓക്കെയാണ്. അതുകൊണ്ട് പിക്ചർ ക്വാളിറ്റിയിൽ ഗംഭീരം, വേറെ പ്രശ്നമൊന്നുമില്ല. പണ്ടത്തതായിട്ട് തന്നെ കാണാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു. നമ്മൾ ഒരിക്കലും അതൊരു പുതിയ വെർഷനായിട്ട് ഭയങ്കരമായി ഡിജിറ്റലി മോഡിഫൈ ചെയ്ത് കൊളവാക്കിയിട്ടില്ല. പഴയ സിനിമയായി കാണുന്ന ഒരു ഫീൽ. നമ്മളത് കാണുമ്പോൾ നമ്മൾ പൂർണ്ണമായും ആ പഴമയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിലുള്ള ഫ്രെയിം റേഷ്യോ ആയാലും പിന്നെ ഫ്രെയിം റേറ്റുകളുണ്ടല്ലോ, മൂവ്മെന്റ് കാര്യങ്ങൾ, ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ആവശ്യമില്ലാത്ത കട്ട്, ഈ റീലുകൾ തമ്മിൽ കണക്ട് ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇടയ്ക്കുള്ള ഒരു ടക്കൻ ഒരു കട്ട് വരാറുണ്ട് ഫിലിമില് പൊതുവെ. ആ ഒരു കട്ടൊന്നും ഇല്ലാതില്ല, വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല റിസ്കി ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിക്ചർ ക്വാളിറ്റി പക്ക. പിന്നെ സൗണ്ട് ക്വാളിറ്റി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട, അറ്റ്മോസ് ആണ്. നല്ല രീതിയിലുള്ള സറൗണ്ട് എഫക്ട് കിട്ടുന്നുണ്ട് തിയേറ്ററിൽ. നല്ല രീതിയിലുള്ള മറ്റേ റൗണ്ട് ചെയ്ത് വരുന്ന ഈ ഫൈറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഇടിയൊക്കെ ഇങ്ങനെ നമ്മൾ കറങ്ങി നിൽക്കുന്ന ഒരു സംഭവം അഡീഷണലി മിക്സ് ചെയ്തതാണ്, യഥാർത്ഥ സൗണ്ട് അല്ല. ഒരിക്കലും നമുക്ക് പഴയ ഫോർമാറ്റിൽ ഫിലിമിൽ കിടക്കുന്ന ഒരു സൗണ്ടിനെ
അറ്റ്മോസ്ഫിയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒത്തിരി പാടാണ്. അതുകൊണ്ട് അതിന്റെ പുതിയൊരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പുതിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ചില ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വോക്കലൊക്കെ പക്ക ക്ലിയർ ആണ്. ഒരു ഡിസോർഷനും ഇല്ലാത്ത രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വോക്കലും BGM തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. അതിലൊന്നും യാതൊരു പ്രശ്നവും പറയാനില്ല. അറ്റ്മോസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും, അല്ലാതെ വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടായിട്ട് തോന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് സോങ്സ്, എന്റെ പ്രിയപ്പെട്ട 2-3 സോങ്സ് അതിനകത്തുണ്ട്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ചന്ദനലേപ സുഗന്ധം, രണ്ടാമത്തെ പാട്ട് ഇന്ദുലേഖ കൺ തുറന്നു. ഈ 2 സോങ്സും എന്റെ ടോപ്പ് ഫേവറേറ്റ്സ് ആണ്. അങ്ങനെ പാട്ടുകളെല്ലാം ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ചന്ദനലേപ സുഗന്ധം ഇന്റർവെല്ലിന് മുമ്പ് വരുന്ന പാട്ടാണ്. പിന്നെ ഇന്ദുലേഖ കൺ തുറന്നു, ഇത് കുറച്ച് താഴെ നിൽക്കും. എന്റെ കാര്യം പറഞ്ഞു തരാം. നമ്മളെ പല റീമാസ്റ്റേർഡ് സിനിമകളിലും സംഭവിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഇതിലുണ്ട്. നമ്മളെ പഴയ പാട്ടിന്റെ വോക്കൽ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം പുതിയ രീതിയിൽ മിക്സ് ചെയ്ത പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അങ്ങനെ വരുമ്പോൾ അതിലൊരു വേരിയേഷൻ കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ കളരി വിളക്ക് തെളിഞ്ഞതാണോ ആ സോങ്ങിൽ നല്ലവണ്ണം ഫീൽ ചെയ്തു. പിന്നെ ഇന്ദുലേഖ കൺ തുറന്നുവിൽ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തു. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ 2 സോങ്സും എനിക്ക് അത്ര തൃപ്തികരമായിട്ട് തോന്നില്ല. കാരണം വോക്കൽ ഉണ്ടല്ലോ, നമ്മുടെ ചിത്രയുടെയും യേശുദാസിന്റെ ഒക്കെ വോക്കൽ അങ്ങ് ഹൈ മുകളിൽ കയറിയിട്ട് ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന ആ ഒരു മിക്സിന്റെ ചെറിയൊരു ഇഷ്യൂ. ഇത് മണിച്ചിത്രത്താഴിയിലെ റീമാസ്റ്റേർഡ് കണ്ടപ്പോൾ ഒരു മുறை വന്ന് പാർത്തായ പാട്ടിനും ഇങ്ങനെ ഒരു പ്രശ്നം തോന്നിയിരുന്നു. അപ്പോ അതാണ് ഇവര് ചെയ്യുന്നതിന്റെ ഒരു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആ പഴയ പാട്ടിനെ പൂർണ്ണമായും പഴയ പാട്ടായിട്ട് തന്നെ ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെതായ ഒരു ഇത്. എന്നാൽ ആ ചന്ദനലേപ സുഗന്ധം പാട്ടിന് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല. അത് കംപ്ലീറ്റ്ലി എൻജോയിങ് ആയിരുന്നു. പിന്നെ നമ്മളെ പഴയ നടന്മാരെയൊക്കെ ഒന്നുകൂടെ കാണാൻ പറ്റി. ഏതാണ്ട് 16-20 ആളുകളാണ് ആ സിനിമയിൽ അഭിനയിച്ചതിൽ ഇന്ന് ജീവനോടെ ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ ഒരുപാട് പഴയ ആളുകളെ, ബാലൻ കെ നായർ, അങ്ങനെ കുറെ ആളുകളുണ്ട്. എല്ലാരെയും നമ്മൾ വീണ്ടും ഒന്നുകൂടെ കണ്ടു ഫ്രെയിമിൽ. അവരുടെ ആ പഴയ മുഖം തന്നെ കണ്ടു. പിന്നെ നടിമാരുടെ സൗന്ദര്യം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. മാധവി, ചിത്ര, ഗീത, ഇങ്ങനെയുള്ള നടിമാരുടെ ആ സൗന്ദര്യം, മാധവിയുടെയൊക്കെ സൗന്ദര്യം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. ആ കണ്ണുകളുടെ ആ ഒരു ഇത് ഭയങ്കര നടപ്പിന, മമ്മൂട്ടിയുടെ ആ ഒരു ശരീര വടിവ്, സുരേഷ് ഗോപി, മമ്മൂട്ടി, ഇവരുടെയൊക്കെ ആ ഒരു പഴയ നടന്മാരെ ആ പഴയ ഫോർമാറ്റിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, അത് ആ രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് അതറിയാമായിരിക്കും. അങ്ങനെ എല്ലാ പഴയ കഥാപാത്രങ്ങളെയും കണ്ടു. മൊത്തത്തിൽ നമ്മളെ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്ക് പൂർണ്ണ തൃപ്തി തന്ന നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അതേപോലെ രസകരമായ 1-2 തിയേറ്ററിൽ ഇരുന്നതെല്ലാം നല്ല പ്രായമുള്ള ആളുകളാണ്, ഇത്തിരി പണ്ടത്തെ കാലത്തെ ആളുകളാണ്. പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ അതേപോലെ സിനിമ, രസകരമായ ഒരു സംഭവം, തിയേറ്ററിലെ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു 5 വയസ്സ് 6 വയസ്സായ ഒരു ആൺകുട്ടി ഇരുന്ന് കരയുകയാണ്, പൊട്ടി കരയുകയാണ്. എന്താണ് സംഭവം? അപ്പോ പാരന്റ്സ് ചോദിക്കുകയാണ് എന്ത് പറ്റി? കുട്ടി പറയാണ് ചന്തു മരിച്ചുപോയി എന്ന് പറയും. ഭയങ്കരമായിട്ട് കരയുന്നു. അതൊക്കെ ഇത്തിരി അതുപോലെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും അത്ര രീതിയിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ഫിലിമാണ് ഇപ്പോ ഈ ഒരു വടക്കൻ വീരഗാഥ. അപ്പോ തീർച്ചയായും ഞാൻ പറയുകയാണ്, തീർച്ചയായും നല്ലൊരു സിനിമയാണ്, പറയേണ്ട കാര്യമില്ല. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞു തരണ്ട. ഫാമിലി ആയിട്ട് മിസ് ചെയ്യാതെ തന്നെ തിയേറ്ററിൽ പോയി ഈ വർഷം ഒന്ന് കണ്ടാൽ ഒരു നല്ലൊരു ഫീല് കിട്ടും. പിന്നെ യാതൊരുവിധ കട്ടുമില്ലാത്ത പെർഫെക്റ്റ് പ്രിന്റാണ്. മൊത്തത്തിൽ അത് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്, സിനിമാ പ്രേമികൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. മിസ്സാക്കാതിരിക്കുക.